വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ ക്രോഷ്യ പ്രോജക്റ്റ് ഒരു മുല്ലപ്പൂ വെച്ചിട്ടുള്ള ഗാർലൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ പീസ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു 50 ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗാർലൻഡ് ആണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇത് മാലയായിട്ടല്ല, നമുക്ക് തലയിലൊക്കെ വെക്കാൻ പറ്റുന്ന അത്രയും സൈസാണുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചസിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിപ്പമുള്ളത് വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിനകത്ത് മുല്ലപ്പൂവിൻ്റെ ഒരു കളറുള്ളത് മാത്രമല്ല ചെയ്തത്, കുറച്ചൊരു പിങ്ക് കളറുള്ളതും കൂടി ഇടയിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഒരു ട്രെൻഡ്, എല്ലാവരും മുല്ലപ്പൂ മാത്രമല്ലല്ലോ വയ്ക്കുന്നത്, മറ്റുള്ള പൂക്കൾ. അപ്പോൾ ഈ ഒരു കളറിലുള്ള അരളിപ്പൂവൊക്കെ വെക്കുന്നതിന് പകരം ഈ കളർ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെന്ന് ഇത് വേണ്ട, ഈ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ക്രീം കളർ മാത്രമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഇത് തലയിൽ വയ്ക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു സബ്സ്ക്രൈബ് തരണം, അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യണം. നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെയാണ് എനിക്ക് ഇനിയും കൂടുതൽ പ്രോജക്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രചോദനം തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രീൻ കളറിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര നീളത്തിൽ ഇത് വേണോ അത്രയും നീളത്തിൽ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 50 ചെയിനിൻ്റെ വലിപ്പത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് എത്ര നീളം വേണ്ടി വരും അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 ഇതുപോലെ നമുക്കൊരു 50 ചെയിൻസ് ചെയ്യാം കേട്ടോ. 51 ചെയിൻസ് ചെയ്യാം. ഞാനവിടെ 50 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു എക്സ്ട്രാ 2 എണ്ണം കൂടെ ചെയ്യാം. 1 2. ഓക്കെ, ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. അതിനാണ് ഞാൻ 2 എണ്ണം ചെയ്തത്. സോ യാൺ ഓവർ ചെയ്ത 1 2 സ്റ്റിച്ചിനെ നമുക്ക് വിട്ടിട്ട് നമുക്ക് മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മുടെ 50ാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തത്. ഓക്കെ, നമുക്ക് വീണ്ടും യാൺ ഓവർ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ, വീണ്ടും യാൺ ഓവർ, അടുത്ത സ്റ്റിച്ചിൽ വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷ്യ, യാൺ ഓവർ, വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷ്യ. അതായത് ഇനി വരുന്ന എല്ലാ സ്റ്റിച്ചിനും നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ബിഗിനർ ഫ്രണ്ട്ലി തന്നെയാണ്, നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയോ നീളം വേണോ അത്രയ്ക്കും സ്റ്റിച്ചസ് കൂടുതലായിട്ട് എടുത്താൽ മതി കേട്ടോ. അതാണ് ചെയ്യേണ്ടത്. നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് കാണാം. നമ്മളിവിടെ ഫുള്ളായിട്ടും ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, എൻഡ് വരെ എത്തി. നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അത് നമുക്കൊരു സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് സെക്യൂർ ആവാൻ വേണ്ടിയിട്ടാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് യാണിനെ കട്ട് ചെയ്തെടുക്കാം. ഹുക്കിനെ വലിച്ചെടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ സ്റ്റിച്ചസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുക. അതായത് ഈ ടെയിലിനെ നമുക്കൊന്ന് ഹൈഡ് ചെയ്യണം. സോ നമുക്ക് ഹുക്കിന് ഒന്ന് ഇൻസേർട്ട് ചെയ്തെടുക്കുക. യാൺ വലിച്ചെടുക്കുന്നു. അതുപോലെ ഒരു 2-3 സ്റ്റിച്ചിനകത്ത് കൂടെ ഈ സെയിം പ്രോസസ്സ് നമുക്കൊന്ന് ചെയ്തേക്കാം. അപ്പം അതതിനകത്ത് ഫിറ്റായിട്ട് ഇരിക്കും. അത് കഴിഞ്ഞിട്ടും പിന്നെയും യാൺ ബാക്കി വരുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അത് 1-2 സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ഓക്കെയാണ്, സെക്യൂറായി. പിന്നെ ഉണ്ടെങ്കിൽ നമുക്കതിനെ കട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഈ വരുന്ന എൻഡും അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ.
ഓക്കെ, ഇനി നമുക്ക് ഗ്രീൻ കളർ മാറ്റി വയ്ക്കാം. ഫ്ലവേഴ്സ് ചെയ്ത് തുടങ്ങാം കേട്ടോ. നമുക്ക് ഏത് എൻഡിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. നമുക്ക് ഈ വരുന്ന സിംഗിൾ ക്രോഷ്യ അല്ല ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത സ്റ്റിച്ചസിൽ കൂടിയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം വൈറ്റ് കളർ യാണാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു നോട്ട് ഉണ്ടാക്കാം. അതിനകത്ത് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിൽ വെരി ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുന്നു. യാണിനെ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്ത് നമുക്കിതിനകത്ത് കൂടെ തന്നെ ഒരു സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം. കണ്ടു, ഇപ്പോൾ അതിനകത്ത് അതവിടെ സെക്യൂറായി ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. യാൺ ഓവർ, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു ടെയിലിനെ വിട്ട് പോവാതെ ഇതിനകത്ത് തന്നെ നമുക്കൊന്ന് സെക്യൂർ ആക്കിയിട്ട് വെച്ച് പിടിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സെയിം സ്റ്റിച്ചിൽ തന്നെ 5 തവണ ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇപ്പോൾ ഒരെണ്ണമായിട്ടുണ്ട്, നമ്മൾ വീണ്ടും ചെയ്യുന്നു. ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നു. സോ നമുക്ക് ആ ബാക്കിൽ വരുന്ന ടെയിലിനെ കൂടി ഇതിനുള്ളിൽ പെടുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്കിനി അത് വിട്ടു പോവാതെ സേഫാക്കി വയ്ക്കാം. രണ്ടാമത്തെയായി this third one, fourth double crochet, then fifth double crochet. അപ്പോൾ 5 ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ഒന്ന് ലൂസ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്ത ഹുക്കിൽ ഇൻസേർട്ട് ചെയ്യാം, സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. 1 2 3 4 5. ഈ 5ാമത്തെ സ്റ്റിച്ചിനകത്ത് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിൽ കൂടെ നമുക്കൊന്ന് സ്ലിപ്പ് സ്ലിച്ച് ചെയ്ത് എടുക്കാം. ഇതിനാണ് നമുക്ക് ബോബിൾ സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇതുപോലെ നമുക്കൊരു കുറച്ച് ഡബിൾ ക്രോഷ്യൊക്കെ ചെയ്ത് ഇതുപോലെ ചെയ്യുന്നതാണ് നമുക്ക് ബോബിൾ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. ഇതേ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് മുല്ലപ്പൂടെ ഒരു ഫ്ലവർ ആയിട്ടുണ്ട്. അതായത് വിരിഞ്ഞ പോലെയല്ലല്ലോ, നമുക്ക് ഒരു ബഡ് പോലെയാണ് ഇത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണമായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വീണ്ടും ചെയ്യാം കേട്ടോ. അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് ചെയ്യാം. ആദ്യം അടുത്ത സ്റ്റിച്ചിനകത്ത് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം കേട്ടോ. എങ്കിലേ നമുക്കിനി അവിടെ ഒരു സ്പേസ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 3 ചെയിൻ സ്റ്റിച്ച് ഡബിൾ ക്രോഷ്യസ് ചെയ്യാണ്. 1 2 3 4 5. ഓക്കെ, 5 ചെയ്യുന്നു. പിന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് എടുക്കാം.
ഒന്ന് ടൈറ്റൻ ആക്കണം, എങ്കിലേ ആ ഒരു ബഡിൻ്റെ ഷേപ്പ് അവിടെ കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. 1 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുവരെ ചെയ്തിരുന്ന അതേ ഇതിൽ തന്നെ ചെയ്യാം കേട്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 2 എണ്ണമായിട്ട് ഇതുപോലെ നമുക്കൊരു 7 എണ്ണം ഈ ആൺ വെച്ച് തന്നെ, ഈ കളർ വെച്ച് തന്നെ നമുക്കൊരു 7 എണ്ണം ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു 7 മുല്ലപ്പൂവിൻ്റെ ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7. ഇനി നമുക്കൊരു 3 എണ്ണം നമുക്കൊരു പിങ്ക് കളർ വെച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സിംഗിൾ ക്രോഷയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു. ഓക്കെ, സിംഗിൾ ക്രോഷയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു. ഇനി അതിനകത്തൂടെ ഞാൻ കളറ് ചേഞ്ച് ചെയ്യുവാണ്. പിങ്ക് കളറ് എടുത്തു. പിങ്ക് കളറാണ് ഞാനിവിടെ ജോയിനായിട്ട് എടുത്തത് കേട്ടോ. ഓക്കെ, സോറി. അപ്പോൾ നമ്മളങ്ങനെ വലിച്ച് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നോക്കൂ, പിങ്ക് കളറിൻ്റെ അതിനകത്ത് നമുക്ക് വിരൽ വെച്ച് പിടിക്കാം. പിങ്ക് ഉള്ളിൽ കൂടെ എടുത്തു. അപ്പോൾ തന്നെ ഞാനൊരു ചെയിൻ സ്റ്റിച്ചും ഇട്ട് കൊടുത്തു കേട്ടോ, അല്ലെങ്കിൽ അത് അതിനകത്തുനിന്ന് പോരും. ഇനി നമുക്ക് ഈ ക്രീം കളർ യാണിനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ പിങ്ക് ഇവിടെ നമുക്ക് സെക്യൂർ ആയിട്ടുണ്ട്. രണ്ടിൻ്റെയും ടെയിലിനെ ഇതിനകത്ത് നമുക്കെപ്പോഴും കൂട്ടി പിടിക്കണം കേട്ടോ, കളയരുത്. സാധാരണ പോലെ ഇപ്പോൾ ഒരു ചെയിൻ ഇട്ടുണ്ട്, ഒരു 2 ചെയിനും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് 5 ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. ബാക്കിൽ വരുന്ന ടൈലുകളെ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കൂട്ടി പിടിക്കണേ. അപ്പം 1 2 3 4 5. ഓക്കെ, കുറച്ചൊന്ന് വലിച്ചു വയ്ക്കുന്നു. നമുക്ക് ഫസ്റ്റത്തെ ഡബിൾ ക്രോഷയുടെ സ്റ്റിച്ച് എടുക്കുന്നു. അതിനകത്ത് കൂടെ വലിച്ചെടുക്കുക. ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു. 2 ചെയിൻ ചെയ്യാം. ഈ ഒരു 2 ടെയിലുകളെ ഒരിക്കലും വിട്ട് കളയരുത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കൊണ്ടുപോകണേ. നമുക്ക് ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതും നേരത്തെ പോലെ തന്നെ ഒരു ബഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു ബീജ്, ഒരു ഐവറി കളറാണ്. ഇതിനോട് കൂടെ തന്നെ ഈ ഒരു പിങ്ക് കളറും കൂടെ വരും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ജസ്റ്റ് സിംഗിൾ ക്രോഷേ, വീണ്ടും 3 ചെയിൻ സ്റ്റിച്ച്, പിന്നെ നമുക്ക് ഡബിൾ ക്രോഷേസ് ചെയ്യാം. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഓ മൈ ഗോഡ്, സോറി. അപ്പോൾ കുറച്ച് നീളത്തിൽ വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പിന്നെ എടുക്കാൻ കിട്ടാൻ ബുദ്ധിമുട്ടാവും. ടൈറ്റൻ ചെയ്യുന്നു. ചെയിൻ സ്റ്റിച്ച്, കണ്ടില്ലേ. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ഒരെണ്ണം കൂടിയും ചെയ്യാം. അപ്പോൾ നമുക്ക് 10 എണ്ണം, ഒരു സെറ്റ് ആവും കേട്ടോ. നമ്മൾ 50 ചെയിനാണ് എടുത്തത്. അപ്പോൾ ഇതിൽ 1 2 3 4 5 6 7 എണ്ണം നമുക്ക് ഈ ക്രീം കളറിൽ ചെയ്യാം. പിന്നെ നമുക്കൊരു 3 എണ്ണം പിങ്ക് കളറിൽ ചെയ്യാം. അപ്പോൾ 10 എണ്ണം വരുന്ന ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ആവും. അതുപോലെയാണ് ബാക്കി എല്ലാതും ചെയ്യേണ്ടത് കേട്ടോ. ഇത് ഒരു 3 എണ്ണം കൂടിയും ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിങ്ങനെ വളഞ്ഞ് വരും, അത് സ്വാഭാവികമാണ് കേട്ടോ. ഇങ്ങനെയാണ് അത് ഇരിക്കുക, സ്ട്രൈറ്റായിട്ട് ഇരിക്കത്തില്ല, ഇങ്ങനെ കുറച്ച് വളഞ്ഞ് വളഞ്ഞ് തന്നെയാണ് എപ്പോഴും ഇരിക്കുക. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് ചെയ്ത് വെക്കും. ഇനി നെക്സ്റ്റ് ഹുക്കിൽ ഇൻസേർട്ട് ചെയ്യുന്നു. നമുക്കൊരു ഒരു സിംഗിൾ ക്രോഷ്യയുടെ പകുതിയായിട്ട് എടുത്ത് വയ്ക്കാം. വീണ്ടും നമുക്ക് ക്രീം കളർ യാണിനി അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതിനകത്തൂടെ കയറ്റി പെട്ടെന്ന് തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പിങ്ക് കളർ യാണിനെ കട്ട് ചെയ്യാം. വീണ്ടും രണ്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ചെയ്യുമ്പം ഈ 2 യാണിനെ അല്ലെങ്കിൽ ടെയിലിനെ നമുക്കിതിനകത്ത് എപ്പോഴുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ നമുക്കിനി ക്രീം കളർ വെച്ചിട്ട് അങ്ങ് 7 എണ്ണം ചെയ്യാം. പിന്നെ വീണ്ടും ഇതുപോലെ കളർ ചേഞ്ച് ചെയ്ത് 3 എണ്ണം നമുക്ക് പിങ്ക് കളറിൽ ചെയ്യാം കേട്ടോ.